കാരണം അത് നല്ലതെന്ന് പറയാൻ ഇതിൽ കൂടുതൽ ചികിത്സ എനിക്ക് തോന്നണില്ല ഇനി എവിടെയെങ്കിലും കൊണ്ടു ചെന്നാൽ കിട്ടുമെന്ന്. ആ രീതിയിൽ ചികിത്സയുണ്ട്. ഡോക്ടർമാരായാലും എല്ലാ ഡോക്ടർമാരും നമ്മളെ കണ്ട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് 7 ദിവസങ്ങളാകുന്നു ശ്രീകുട്ടി ഉണരാതെ ഉറക്കത്തിൽ തന്നെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വെന്റിലേറ്ററിൽ അവളുണ്ട്. അവളുടെ വിശേഷങ്ങൾ തിരക്കാനായാണ് നമ്മളിവിടെ വന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകുട്ടിയുടെ അമ്മയും വലിയമ്മയും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് കേട്ടോ. അവർ ധൃതിയിലാണ് എങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് മറുപടി പറയണമെന്നുള്ളത് കൊണ്ട് അവർ ഇവിടേക്ക് വന്നതാണ്. നമുക്ക് അവരോട് കാര്യങ്ങളൊന്ന് ചോദിക്കാം. ഇന്ന് മോളെ കയറി കണ്ടിരുന്നോ? എന്താണ് ഡോക്ടർ പറയുന്നത്? ഇന്ന് മോളെ കയറി കണ്ടിരുന്നു. ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പെട്ടെന്ന് ബ്ലഡ് ആവശ്യമായിട്ട് വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതാക്കുന്നില്ലല്ലോ ഇവിടെ നിന്ന് കിട്ടുമെന്ന്. പക്ഷേ നമ്മുടെ റെയിൽവേയിൽ തന്നെ ജോലിയുള്ള ലേഖ മാമും അതുപോലെ ഒരു സാറും പെട്ടെന്ന് തന്നെ അവർ ബ്ലഡ് കൊടുക്കുകയും ബ്ലഡ് അത് അടയ്ക്കേണ്ട പേരിലായിരിക്കും ബ്ലഡ് കട്ടിയാവുന്നുണ്ടായിരുന്നു. കുഞ്ഞിന് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതിൽ കട്ടിയാവുന്നുണ്ടായിരുന്നു. അത് കാരണം അവൾക്ക് ഇവരൊരു ഹോൾ ഇട്ടിട്ട് ട്യൂബ് ഇങ്ങോട്ട് മാറ്റണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തത് ബ്ലഡ് കട്ടിയാവുന്നുണ്ടാണ്. ഇപ്പം അതിൽ നിന്ന് ഒരു റിമൂവ് കിട്ടിയിട്ടുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ ആ കട്ടിയാവുന്നത് മാറി ഇപ്പം നല്ല രീതിയിൽ അത് പാസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്ന മൂത്രം അളവ് കുറവായിരുന്നു. അതും ഇപ്പം ഇന്നത്തേക്ക് നല്ല രീതിയിൽ മൂത്രം പോകുന്നുണ്ട്. പിന്നെ അവൾക്കുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിവുകൾ നമുക്ക് പഴുത്താൻ നമുക്ക് പ്രശ്നമാണ്. മരുന്ന് കൊടുക്കുന്നത് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം എന്തായാലും ആ മുറിവുകളെല്ലാം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മരുന്ന് ശരീരത്തോട് പ്രതികരിച്ചുകൊണ്ടാണ് ആ മുറിവുകളെല്ലാം ഉണങ്ങിയത്. പിന്നെ കുട്ടി ഇന്ന് രാവിലെ ഞാൻ ചെല്ലുമ്പോഴെന്ന് വെച്ചാൽ ഞാൻ സോനാമ്മ അമ്മ വന്ന് സോന എന്നാണ് നമ്മൾ വീട്ടിൽ വിളിക്കുന്നത്. അവളെ ശ്രീകുട്ടി എന്നാണ് അവളെ യഥാർത്ഥ പേരെങ്കിൽ സോന എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ട് സോനാമ്മ അമ്മ വന്ന് എന്ന് പറഞ്ഞപ്പോൾ കണ്ണിങ്ങനെ ഒന്ന് ചിമ്മുന്നുണ്ടായിരുന്നു. പിന്നെ വലതുവശത്തേക്ക് കൈവിരലും അനക്കുന്നുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ, കാരണം നമ്മൾ ആ കിടന്ന സിറ്റുവേഷനിൽ നിന്ന് നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എപ്പോഴും ചെന്നാലും മൈനസ് പോയിന്റ് കൂടുതലും, പ്ലസ് പോയിന്റ് 1-2 കാണത്തുള്ളൂ. പക്ഷെ ഇന്ന് നമുക്ക് പ്ലസ് പോയിന്റുകളായിരുന്നു കൂടുതലും പറഞ്ഞത്. മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് അവള് ആ ഉറക്കത്തിൽ, അതായത് ആ ഉണരുന്നില്ല. നമ്മള് സെഡേഷൻ കൊടുത്താലും ഇപ്പം കുറച്ചേ കൊടുക്കുന്നുള്ളൂ, ചെറിയ തോതിലെ സെഡേഷൻ കൊടുക്കുന്നുള്ളൂ. പക്ഷെ അതിന് ഉണരുന്നില്ല. ഉണരാനുള്ള സെഡേഷനേ ഉള്ളൂ. വിളിച്ചാൽ ഉണരാം. പക്ഷെ അവള് വിളിച്ചനൊക്കെ അവള് നന്നായിട്ട് കണ്ണ് തുറന്ന് നോക്കുന്നില്ല എന്നൊരു ചെറുതല്ല അതൊരു വലിയ കാര്യമാണ്. അതും കൂടെ കിട്ടിയാലേ എന്തെങ്കിലും നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും CT സ്കാൻ എടുത്തോളോ അതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആ പഴയ സിറ്റുവേഷനിൽ നിന്നൊക്കെ നമുക്ക് അതാ പറഞ്ഞത് പ്ലസ് പോയിന്റുകളാണ് കൂടുതലും നമുക്ക് ഡോക്ടർ പറഞ്ഞത്. നമ്മൾ ഡോക്ടറിൽ വിശ്വസിക്കുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ജനങ്ങളെയും അവർക്കെല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കുട്ടിയുടെ ഓരോ മൂമെന്റിലും ഞങ്ങൾ അവർക്കെല്ലാം കടപ്പെട്ടതാണ്. എല്ലാ ജനങ്ങളും ഞങ്ങളുടെ ശ്രീകുട്ടിയുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവർക്ക് എല്ലാവർക്കും അവരെ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതോടെ തന്നെ ഡോക്ടർമാർ കഴിവിൻ്റെ പരമാവധി അവരതിൻ്റെ പിറകെ ചെയ്യുന്നുണ്ട്. പിന്നെ റെയിൽവേയിലെ എല്ലാ സഹായങ്ങളും നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെ എല്ലാ പിന്തുണയും കൂടി ശ്രീകുട്ടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബ്ലഡ് സർക്കുലേഷൻ കട്ടിയാവാത്തതിൻ്റെ പേരിൽ മിക്കവാറും നാളെ ഇവിടെ ഹോളിട്ട് ട്യൂബ് ഇറക്കാം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കാരണം എപ്പോഴും വായിൽ കൂടെ തന്നെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റത്തില്ല. വെന്റിലേറ്ററിലെ ഓക്സിജൻ അതിങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഹോളിട്ട് കൊടുക്കാമെന്നുള്ളത് നാളെ ചെയ്യാം എന്നുള്ളതാക്കിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ തന്നെ നമുക്ക് ഇന്ന് നല്ല ചെറിയ സന്തോഷവും നമുക്ക് തോന്നി. സന്തോഷം അങ്ങനെ തന്നെ തുടർന്ന് വരാം. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ്. കാരണം അത്രയ്ക്ക് ഞങ്ങൾ ആ ദുഃഖത്തിൽ നിന്ന് ഇപ്പം ഇച്ചിരി ഒരു ചെറിയ, എന്നാലും ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി തന്നെ ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കുവാണ്. ഇന്നലെ ഞാൻ ഒന്ന് വീട്ടിൽ പോയെങ്കിൽ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് സമാധാനമില്ല. ഇവിടുന്ന് ഒന്ന് പോയിട്ടുണ്ട്, എനിക്ക് സമാധാനമില്ല. ഞാൻ അപ്പോഴേ തന്നെ തിരിച്ചു വന്നത്. അതാ ഇപ്പം ആഹാരമായിട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും അവർ കൊടുക്കുന്നുണ്ടോ, അതോ ട്രിപ്പ് മാത്രമേ ഉള്ളൂ? ഇല്ല, അവർ ആഹാരം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസ് ഉള്ള സാധനങ്ങൾ, അതായത് അങ്ങനത്തെ പൊടികൾ കലക്കി അവർ നമ്മുടെ അടുത്ത് ഇന്നത് മേടിച്ചുകൊണ്ട് വായിന്നൊന്നും പറയുന്നില്ല. പക്ഷേ അവൾക്ക് വേണ്ടുന്ന ആഹാരവും അവൾക്ക് ദിവസവും മാറുന്ന വസ്ത്രമായാലും എല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് നല്ല കൊടുക്കുന്നുണ്ട്. വായിൽ കൂടെ ട്യൂബ് ഇട്ടിട്ട്
അവൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കറക്റ്റ് ടൈമിൽ കൊടുക്കുന്നുണ്ട്. പനി ഒരു മൈനസായിട്ട് നിൽക്കുന്നുണ്ട്. പനി വരുന്നു പോകുന്നു. ഇന്നലെ 108 ഡിഗ്രി ഉണ്ടായിരുന്നു പറഞ്ഞു. ഇന്ന് മാറിയോ, കുറഞ്ഞോ? ഇന്നലെ അത് 108 ഡിഗ്രിയിൽ നിന്ന് താന്നതാ. പക്ഷെ ഇന്ന് പിന്നെയും ഈ പനി ഒരു ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അതെന്താ ഡോക്ടർ പറയുന്നത്? ഏതെങ്കിലും അതിനുള്ള മരുന്ന് കൊടുക്കുന്നുണ്ട്. എനിക്ക് ശരീരം ഡോക്ടർ ഇന്നലെ പറഞ്ഞാല് പനിയുടെ ചൂടിനെ നിയന്ത്രിക്കുന്ന ഞരമ്പുകൾക്കൊക്കെ ക്ഷത ഏറ്റിട്ടുണ്ട്. അതിൻ്റെതാവാം, അതിൻ്റെതാണ് ഈ പനി കൂടുകയും പിന്നെ കുറയുകയും ചെയ്യുന്നത്. എന്നാലും അത്ര പേടിക്കണ്ട, അതൊന്ന് കുറയും എന്നുള്ളതാണ്. കാരണം ഇന്നലെ കുറഞ്ഞു, പനി കുറഞ്ഞിട്ടാണ് പിന്നെ ഇച്ചിരി കൂടുതൽ തന്നെ ഒരു തുടച്ചു കൊടുക്കുകയും മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും വ്യത്യാസം വരും. പിന്നെ ആൻജിയോഗ്രാമും ഡയാലിസിസിന്റെയും കാര്യം ഇടയ്ക്ക് പറഞ്ഞല്ലോ. അതിനെ കുറിച്ച് പിന്നെ എന്ത് പറഞ്ഞു ഡോക്ടർ? ഇപ്പം ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. മെഡിസിനിൽ കൂടെ തന്നെ അവൾക്ക് മൂത്രം യൂറിൻ പാസ് നന്നായിട്ട് പോകുന്നുണ്ട് അവൾക്ക്. അപ്പൊ അത് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അത് വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ബാക്കിയുള്ളതൊക്കെ ഇനി അടുത്തതിൽ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യമുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ ഒരുപാട് മാറ്റമുണ്ട്. എനിക്കും കണ്ടതിൽ ഇന്നലെ കണ്ടതിനെക്കാട്ടി കുറച്ചുകൂടി ഒരു സമാധാനം ആയിട്ടുണ്ട് ഇന്ന് എത്ര മണിക്കാ കയറി കണ്ടത്? രണ്ടുപേരാണോ കയറി കണ്ടത്? ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരാ കണ്ടത്. അവൾക്കുള്ള ഒരാങ്ങളെ ചെറുക്കനും ഞാനും കൂടിയാണ് പോയി കണ്ടത്. ഇവൾക്ക് ഇപ്പം കുഞ്ഞിനെ കാണാൻ വയ്യ. കാണുമ്പോൾ ഇവൾക്കങ്ങ് ശരീരത്തിനെന്തോ ഒരു വല്ലായികയും കാര്യങ്ങളും ആയതുകൊണ്ട് ഇവിടെ അവിടം വരെ മുറിയിലവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞ് വിളിയിരുന്നു. ഞങ്ങളാ പോയി കണ്ടത്. അതുപോലെ തന്നെ ഡോക്ടറെ സംസാരിക്കാനും ഇവിടെ വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ് പറ്റത്തില്ല, വന്നേ പറ്റൂ. അങ്ങനെ പിന്നെ അവിടെ കൊണ്ടിരുത്തിയതാണ്. ഇവൾക്ക് അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഡോക്ടർ പറയണതൊന്നും ഇവൾക്ക് ഇതാവുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടും കൂടെ പോയിരിക്കുന്നത്. അപ്പം ഇപ്പം ഡയാലിസിസ് ചെയ്യണം എന്ന് പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മൂത്രം വരാത്തത് കൊണ്ടായിരുന്നു. ഇപ്പം മൂത്രം ക്ലിയർ ആയിട്ട് വരുന്നത് കൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അത് ചെയ്യണമെന്ന് വിചാരിച്ച് അവർ ഇരുന്നതാണ് ഇന്ന്. അപ്പോഴത്തേക്കും മൂത്രം നല്ല അളവിൽ മൂത്രം വരുന്നുണ്ട്. അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു. ഈ നമ്മൾ പോയി കാണുന്ന സമയത്ത് മുൻപ് ഈ ഇങ്ങനെ ഒരു ശ്വാസം കൂടുതൽ എടുക്കുക, ടെൻഷൻ പോലെയൊക്കെ ആകുന്നു എന്നൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ട കാര്യങ്ങളായിരുന്നു. ബന്ധുക്കളൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ കുട്ടി തിരിച്ചറിയുന്നത് കൊണ്ടാണത്, ഒരു സങ്കടം ഉള്ളിലുള്ളത് പോലെ. ഇന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല. നമ്മള് ഇപ്പൊ അങ്ങനത്തെ ആ ഒരു വലിയ ബ്രീത്തിങ്ങോ അങ്ങനെയൊന്നുമില്ല. നമ്മളൊക്കെ ചെന്ന് വിളിക്കുമ്പോൾ നോർമലി അവള് കണ്ണിങ്ങനെ ഒന്ന് ചിന്തിക്കുന്നുണ്ട്. അവൾക്ക് ആ ഒരു വലിയ വെപ്രാളവും അതൊക്കെ കുറെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജിനെ കുറിച്ച് വലിയ അപവാദങ്ങളും അല്ലെങ്കിൽ കുറെ കോൺട്രവേഴ്സികളൊക്കെ വരുന്നുണ്ട് അടുത്തിടെയായിട്ട്. നമ്മുടെ കുട്ടിയുടെ ചികിത്സ ഇപ്പൊ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണോ? അതിലൊരു പ്രോബ്ലവും നമുക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം അത് നല്ലതെന്ന് പറയാൻ ഇതിൽ കൂടുതൽ ചികിത്സ എനിക്ക് തോന്നണില്ല ഇനി എവിടെയെങ്കിലും കൊണ്ടു ചെന്നാൽ കിട്ടുമെന്ന്. ആ രീതിയിൽ ചികിത്സയുണ്ട്. ഡോക്ടർമാരായാലും എല്ലാ ഡോക്ടർമാരും നമ്മളെ കണ്ട് സംസാരിക്കുന്നുണ്ട്. കുട്ടിയുടെ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് ഓർത്തോ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് വൈകിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അതിക്ക് ഷോൾഡർ ഇളവിയിട്ടുണ്ടായിരുന്നു. അത് പിടിച്ചിട്ട് പിന്നെ കയ്യിൽ ഓൾറെഡി അത് ബാൻഡേജ് ഇട്ടിട്ട് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് കൈ ഒടിയിൽ. പിന്നെ രണ്ടാമത്തെ കാര്യത്തിൽ വലത്തെ കൈയുടെ തന്നെ കൈ പത്തിക്കകത്തും പുറത്തുമായിട്ട് പൊട്ടലുണ്ട്. അപ്പോൾ അത് അവൾക്ക് പ്ലാസ്റ്റർ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവൾ ചില സമയത്ത് ആ ഉള്ളിൻ്റെ ഒരു ഉണർവ് വരുമ്പോൾ അവൾ ബലം പിടിക്കുന്നുണ്ട്, വിരലുകൾ തമ്മിൽ ബലം പിടിക്കുന്നത് കാരണം അത് ചെയ്യണ്ട, അത് നമുക്ക് പതുക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വേറെ നട്ടലിനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ ഒടുവും ചതവുണ്ട്, പൊട്ടൽ അങ്ങനെയില്ല. പിന്നെ ഇടത്തേക്കാൽ ഞാൻ ഇന്ന് ചോദിച്ചു ഡോക്ടറിനോട്, ഇടത്തേക്കാൽ ഇതുവരെ അനക്കിയെന്നോ അല്ലെങ്കിൽ അനക്കി ഞങ്ങൾ കണ്ടിട്ടില്ല. വലത്തേക്കാൽ അനക്കുകയും കൈ അനക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ അത് നമുക്ക് അവൾ ഉണർന്നെങ്കിൽ മാത്രമേ അതിൻ്റെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ചെറിയൊരു പ്രശ്നം കാലിനുണ്ട്, ഇടത്തെ കാലിനുണ്ട്. പക്ഷെ അത് പിന്നെ അത് വലിയ സീരിയസ് ആക്കണ്ട, അത് നമുക്ക് ചെയ്തെടുക്കാം, അവൾ ഉണരട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും അമ്മ ഒരു കാര്യം പറയുക പ്രേക്ഷകരോട്, അവരുടെ എല്ലാം പ്രാർത്ഥനകളുണ്ട്. എന്താണ് പറയാനുള്ള അമ്മയ്ക്ക് ഈ ജനങ്ങളോട്, ഈ ലോകത്ത് ഇപ്പോൾ ഈ ന്യൂസ് കണ്ടവർ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ ദിവസം ചെല്ലുമ്പോഴും റിക്കവർ ആവുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചെന്ന് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് എൻ്റെ മോൾക്ക് ഓരോ മാറ്റങ്ങൾ. അമ്മയല്ലേ ഞാൻ, അപ്പോൾ എനിക്ക് അറിയാൻ പറ്റുമല്ലോ. പിന്നെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നായാലും നമുക്ക് നല്ല ഇതാണ് കിട്ടുന്നത്. അത് ഒരിക്കലും അത് നമ്മുടെ എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെ മാത്രം പ്രാർത്ഥനയല്ല. ഈ കാണുന്ന എല്ലാ ജനങ്ങളും എല്ലാവരും, അമ്മമാരായാലും ചേട്ടന്മാരായാലും അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേര് അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ്
എൻ്റെ കുഞ്ഞു ഓരോ ദിവസം ചെല്ലുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു പ്ലസ് പോയിന്റിലോട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അവരോട് നന്ദി തന്നെയാണുള്ളത്. അത് എപ്പോഴും കടപ്പെട്ടിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ട ശ്രീകുട്ടി എത്രയും വേഗം തിരിച്ചു വരട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും കേട്ടോ, വിഷമിക്കണ്ട. ആ സഹോദരിമാരുടെ വാക്കുകളിൽ വലിയൊരു ആശ്വാസമുണ്ട്. ഇന്നത്തെ ദിവസത്തിനോട് ഞാനും ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുകയാണ്. എത്രയും പെട്ടെന്ന് ശ്രീകുട്ടി ഉണർന്നു വരട്ടെ.